എല്ലാവർക്കും നമസ്കാരം. ഈ ചിങ്ങമാസം നിങ്ങൾക്ക് എങ്ങനെയുണ്ടാകും? 12 രാശികളുടെയും കൃത്യമായ ഫലങ്ങൾ അറിയാൻ വീഡിയോ മുഴുവൻ കാണുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ പ്രതീക്ഷകളുടെയും ഐശ്വര്യത്തിന്റെയും തുടക്കമാണ് മലയാളികളുടെ പുതുവർഷമായ ചിങ്ങമാസം. ചിങ്ങം പിറക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്? സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമോ? തൊഴിൽ മേഖലയിൽ നേട്ടമുണ്ടാകുമോ? വിവാഹം, പ്രണയം, കുടുംബജീവിതം എന്നിവയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇന്നത്തെ വീഡിയോയിൽ മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെയും ചിങ്ങമാസ ജ്യോതിഷഫലം വിശദമായി പരിശോധിക്കാം. വീഡിയോ മുഴുവൻ കാണുക. നിങ്ങളുടെ രാശിയുടെ ഫലം മാത്രമല്ല, അവസാനത്തിൽ ഈ ചിങ്ങമാസത്തിൽ ഭാഗ്യം കൂടുതലായി അനുഗ്രഹിക്കുന്ന രാശികളും പറയുന്നുണ്ട്. അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ കാൽഭാഗം മേടം രാശിക്കാർക്ക് ചിങ്ങമാസം പുതിയ അവസരങ്ങളുടെ മാസമായിരിക്കും. തൊഴിൽ മേഖലയിൽ ചില മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ഏറെ നാളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായി വരുമാനം വർദ്ധിക്കാനുള്ള അവസരങ്ങൾ ലഭിച്ചേക്കാം. എന്നാൽ അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുന്നത് നല്ലതാണ്. കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷമുണ്ടാകും. ശ്രദ്ധിക്കേണ്ടത് പെട്ടെന്നുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കുക. ഇടവം രാശി: കാർത്തിക അവസാന 3 കാൽഭാഗം, രോഹിണി, മകയിരം ആദ്യത്തെ പകുതി. ഇടവം രാശിക്കാർക്ക് ചിങ്ങമാസം സാമ്പത്തികമായി അനുകൂലമായേക്കാം. നിക്ഷേപങ്ങൾ, ബിസിനസ്, പുതിയ പദ്ധതികൾ എന്നിവയിൽ ശ്രദ്ധയോടെ മുന്നോട്ടു പോകാം. ജോലി അന്വേഷിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. കുടുംബത്തിലെ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കും. ശ്രദ്ധിക്കേണ്ടത് മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് പെട്ടെന്ന് തീരുമാനമെടുക്കരുത്. മിഥുനം രാശി: മകയിരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യത്തെ 3 കാൽഭാഗം. മിഥുനം രാശിക്കാർക്ക് ചിങ്ങമാസത്തെ പുതിയ ബന്ധങ്ങളും പുതിയ അവസരങ്ങളും ലഭിച്ചേക്കാം. തൊഴിൽ രംഗത്ത് നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരം ലഭിക്കും. യാത്രകൾക്കും പുതിയ അനുഭവങ്ങൾക്കും സാധ്യതയുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ നേട്ടമുണ്ടാകുമെങ്കിലും പണം കൈകാര്യം ചെയ്യുന്നതിൽ ശ്രദ്ധ വേണം. കർക്കിടകൻ രാശി: പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം. കർക്കിടകം രാശിക്കാർക്ക് കുടുംബജീവിതത്തിൽ സന്തോഷം നൽകുന്ന നിരവധി കാര്യങ്ങൾ സംഭവിച്ചേക്കാം. തൊഴിൽ രംഗത്ത് ചില ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കാം. അത് ഭാവിയിൽ നേട്ടമായി മാറാനും സാധ്യതയുണ്ട്. സാമ്പത്തികമായി പതുക്കെയെങ്കിലും സ്ഥിരത കൈവരിക്കാൻ സാധിക്കും. മാതാപിതാക്കളുടെയും കുടുംബാംഗങ്ങളുടെയും പിന്തുണ ലഭിക്കും. ചിങ്ങം രാശി: മകം, പൂരം, ഉത്രം ആദ്യത്തെ കാൽഭാഗം. ചിങ്ങം രാശിക്കാർക്കിത് വളരെ പ്രധാനപ്പെട്ടൊരു മാസമാണ്. പുതിയ തുടക്കങ്ങൾക്കുള്ള അവസരങ്ങൾ ലഭിച്ചേക്കാം. തൊഴിൽ രംഗത്ത് അംഗീകാരം ലഭിക്കാനും സ്ഥാനക്കയറ്റത്തിനുള്ള സാധ്യതകൾ ഉണ്ടാകാനും ഇടയുണ്ട്. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ പദ്ധതികൾ ആരംഭിക്കാൻ അനുകൂലമായ സമയമായേക്കാം. വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല വാർത്തകൾ ലഭിക്കാം. കന്നിരാശി: ഉത്രം അവസാന 3 കാൽഭാഗം, അത്തം, ചിത്തിര ആദ്യത്തെ പകുതി. കന്നിരാശിക്കാർക്ക് ചിങ്ങമാസത്തിൽ ജോലിയും വ്യക്തിജീവിതവും ഒരുപോലെ ശ്രദ്ധിക്കേണ്ടി വരും. സാമ്പത്തികമായി വരുമാനത്തോടൊപ്പം ചെലവും വർദ്ധിക്കാം. നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർ തിരിച്ചറിയുന്ന സമയമായിരിക്കും. പുതിയ ജോലി തേടുന്നവർക്ക് പ്രതീക്ഷ നൽകുന്ന അവസരങ്ങൾ ലഭിച്ചേക്കാം. തുലാം രാശി: ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം ആദ്യത്തെ 3 കാൽഭാഗം. തുലാം രാശിക്കാർക്ക് ബന്ധങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ട മാസമാണ്. തൊഴിൽ മേഖലയിൽ പുതിയ ഉത്തരവാദിത്വങ്ങൾ ലഭിക്കാം. സാമ്പത്തികമായി മെച്ചപ്പെടാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. കുടുംബത്തിൽ നിന്നുള്ള പിന്തുണ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. പ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആലോചിച്ച് മുന്നോട്ടു പോകുക. വൃശ്ചികം രാശി: വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട. വൃശ്ചികം രാശിക്കാർക്ക് ചിങ്ങമാസത്തിൽ ചില അപ്രതീക്ഷിത മാറ്റങ്ങൾ സംഭവിക്കാം. നാളുകളായി നീണ്ടുനിന്ന ചില കാര്യങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കും. ജോലി, ബിസിനസ് മേഖലകളിൽ മുന്നേറ്റത്തിന് സാധ്യതയുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധയോടെ മുന്നോട്ടു പോയാൽ നേട്ടമുണ്ടാക്കാം. പ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആലോചിച്ച് മുന്നോട്ടു പോകുക. ധനുരാശി: മൂലം, പൂരാടം, ഉത്രാടം ആദ്യത്തെ കാൽഭാഗം. ധനുരാശിക്കാർക്ക് യാത്രകൾക്കും പുതിയ അവസരങ്ങൾക്കും സാധ്യതയുള്ള മാസമാണ്. തൊഴിൽ രംഗത്ത് പുതിയ ബന്ധങ്ങളുണ്ടാകാം. വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ വാർത്തകൾ ലഭിച്ചേക്കാം.
സാമ്പത്തികമായി പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താൻ സാധിക്കും. മകരം രാശി ഉത്രാടം അവസാന 3 കാൽഭാഗം, തിരുവോണം അവിട്ടം ആദ്യത്തെ പകുതി. മകരം രാശിക്കാർക്ക് കഠിനാധ്വാനത്തിന്റെ ഫലം ലഭിക്കുന്ന സമയമായിരിക്കും. ജോലിയിൽ ഉത്തരവാദിത്തം വർദ്ധിക്കാം. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കും. സാമ്പത്തികമായി സ്ഥിരത കൈവരിക്കാൻ സാധിക്കും. കുടുംബത്തിന്റെ പിന്തുണയോടെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാം. കുംഭം രാശി അവിട്ടം അവസാന പകുതി, ചതയം പൂരുരുട്ടാതി ആദ്യത്തെ 3 കാൽഭാഗം. കുംഭം രാശിക്കാർക്ക് പുതിയ ആശയങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള അവസരങ്ങൾ ലഭിച്ചേക്കാം. തൊഴിൽ മേഖലയിൽ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് പുതിയ സാധ്യതകൾ തുറക്കാം. സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും സഹായം ലഭിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ അമിതമായ റിസ്ക് എടുക്കാതിരിക്കുക. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. മീനം രാശിക്കാർക്ക് ചിങ്ങമാസം പ്രതീക്ഷ നൽകുന്ന മാസമായിരിക്കും. തൊഴിൽ രംഗത്ത് പുരോഗതിയുണ്ടാകും. സാമ്പത്തികമായി മെച്ചപ്പെടാനുള്ള അവസരങ്ങൾ ലഭിച്ചേക്കാം. കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും വർദ്ധിക്കും. വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് നല്ല ആലോചനകൾ വന്നേക്കാം. ഈ ചിങ്ങമാസത്തിൽ പ്രത്യേക ശ്രദ്ധ വേണ്ട രാശികൾ. ഈ ചിങ്ങമാസത്തിൽ സാമ്പത്തിക കാര്യങ്ങളിലും തീരുമാനങ്ങൾ എടുക്കുന്നതിലും എല്ലാ രാശിക്കാരും ശ്രദ്ധ പുലർത്തുന്നത് നല്ലതാണ്. ജ്യോതിഷഫലം പൊതുവായ സൂചനകൾ മാത്രമാണ്. ഓരോ വ്യക്തിയുടെയും ജനനസമയം, ജനനസ്ഥലം, ജനന നക്ഷത്രം, ഗ്രഹനില എന്നിവ അനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസമുണ്ടാകാം. അപ്പോൾ ഈ ചിങ്ങമാസം നിങ്ങൾക്ക് ഐശ്വര്യവും സമാധാനവും സന്തോഷവും വിജയവും നിറഞ്ഞതാകട്ടെ. നിങ്ങളുടെ രാശിയും നക്ഷത്രവും കമന്റ് ചെയ്യൂ. ഇത്തരം ജ്യോതിഷ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ ജ്യോതിഷ ഫലങ്ങളും പ്രത്യേക വീഡിയോകളും ആദ്യം കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ചിങ്ങമാസ ആശംസകൾ. നന്ദി, നമസ്കാരം.